മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. യേശു കർത്താവ് പതിവ് പോലെ ഗെത്സമനയിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് യേശു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ട് യേശു അവരോട് ചോദിച്ചു, എന്നോടുകൂടെ ഒരു നാഴികയെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? യേശു കർത്താവ് വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അന്ന് സന്ധ്യയ്ക്ക് താൻ മരണവേദന പോലെ വ്യാകുലപ്പെട്ടിരുന്നു, അതിദുഃഖിതനായിരുന്നു. വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു കർത്താവ് വീണ്ടും ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ. യേശു മടങ്ങി വന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ആത്മാവ് ഒരുക്കമുള്ളത്, നിങ്ങളുടെ ജഡം ബലഹീനമത്രേ. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ അനന്തരം മൂന്നാമതും പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി. മൂന്നാമത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നു, യേശുവിനെ ശക്തിപ്പെടുത്തി. അത് കഴിഞ്ഞ് പിന്നെ നാം കാണുന്നത് പടയാളികൾ കടന്നു വരുന്നതും യേശുവിനെ പിടിക്കുന്നതുമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, കഴിഞ്ഞ 2 വട്ടവും പ്രാർത്ഥിച്ചിട്ടും കാണാത്ത ഒരു ദൈവപ്രവൃത്തി മൂന്നാമത്തെ പ്രാവശ്യം കാണുകയാണ്. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങുന്നു, യേശുവിനെ ശക്തിപ്പെടുത്തുന്നു. യേശു ആദ്യം പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ തനിക്ക് അതിദുഃഖമുണ്ട്. രണ്ടാമത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ തനിക്ക് ദുഃഖമുണ്ട്. എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങുന്നു, യേശുവിനെ ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങൾ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. യേശുവിന് നല്ല ബോധ്യമുണ്ട്, എൻ്റെ പിതാവ് എന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഈ കഷ്ടതയെ അതിജീവിപ്പാൻ എനിക്ക് ശക്തി നൽകുന്ന ദൈവമാണ്. ഈ ഭാരമേറിയ ചുമട് ചുമക്കുവാൻ അവൻ തൻ്റെ ദൂതനെ അയക്കും. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവരാകണം. നാം പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിലാണ്. നമ്മുടെ ദൈവമെല്ലാം കാണുന്നുണ്ട്. അടുത്ത നിമിഷം ഒരടിയന്തര ഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി നിങ്ങളെ ശക്തിപ്പെടുത്തും. അതികഠിനമായ വേദനകളിലൂടെ, ഭാരങ്ങളിലൂടെ, നിരാശകളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. നിങ്ങൾക്കാവശ്യമായ കൃപകളെ അവൻ പ്രാർത്ഥനയിൽ പൊഴിച്ചു തരും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം.
ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.